ഈ ഒരു കാര്യം കൂടി ഈ ഫിലിം ചേംബറിന്റെ നിർണായക യോഗം കൂടി ഇന്ന് ചേരുകയാണല്ലോ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അനശ്വര രാജൻ ദിബു കരുണാകരൻ തർക്കം അത് വലിയ പ്രശ്നമായി മാറുകയാണല്ലോ. അതിൽ എന്ത് നീക്കമാണ് ശനിയാഴ്ചയാണോ ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്നത്? അതെ, ശനിയാഴ്ചയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ച. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സംവിധായകൻ ദീപു കരുണാകരനാണ് ഇത്തരത്തിൽ അനശ്വര രാജനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി അനശ്വര രാജൻ എത്തിയിരുന്നില്ല. ഇതിലെ നടൻ കൂടിയായ ഇന്ദ്രജിത്ത് പോലും സിനിമയിലെ പ്രൊമോഷൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് നിരസിച്ചു. ഒപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അനശ്വര രാജൻ വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ നൽകുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു സംവിധായകൻ ഉന്നയിച്ചത്. കുറച്ച് ദിവസങ്ങളായി അത് ഉണ്ടായിരുന്നു. പക്ഷെ മറുപടി നൽകാൻ അനശ്വര രാജൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിലൊരു പ്രതികരണവുമായി എത്തിയത്. താൻ അത്തരത്തിൽ ഈ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നത് എന്നാണെന്ന് കുറിച്ചുള്ള കാര്യമൊക്കെ അന്വേഷിക്കുമ്പോൾ തനിക്കോ തന്റെ മാനേജർക്കോ അമ്മയ്ക്കോ ഒന്നും മറുപടി ഒന്നും ലഭിച്ചിരുന്നില്ല. ഈ സിനിമ എന്ന് റിലീസ് ആവുന്നതിനെ പറ്റിയൊന്നും തനിക്ക് വിവരമുണ്ടായിരുന്നില്ല. ഈ തുടക്ക സമയത്ത് ഇതിന്റെ പോസ്റ്ററൊക്കെ താൻ തന്റെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് തനിക്ക് അറിയില്ല. ഇതിൽ തന്നെയും തന്റെ മാനേജറെയും അമ്മയെയും ഒക്കെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശം നടത്തി. അത് തനിക്ക് ഏറെ വേദനിച്ചു എന്നുകൊണ്ടുള്ള മറുപടിയായിരുന്നു അനശ്വര രാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താരസംഘടനയായ അമ്മ ഇടപെടുന്നത്. അമ്മ ഇരുവരെയും വിളിച്ച് നാളെ ശനിയാഴ്ച ഒരു ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ താരങ്ങൾ പ്രതിഫലമാകുന്നുണ്ട്, പക്ഷെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എത്തുന്നില്ല എന്നുള്ളത് ഇതിനു മുൻപും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പല നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഉയർത്തിയതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ അനശ്വര രാജനെതിരെയും ഒരു പരാതി വന്നത്. ഒപ്പം ഫിലിം ചേംബറിന്റെ യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ രാവിലെ 11 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നത്, നമുക്കറിയാം ജൂൺ 1 മുതൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് നിർമ്മാതാക്കൾ അടക്കമുള്ളവർ എത്തി നിൽക്കുന്നത്. ഇതിന്റെ കാരണം പറയുന്നത് GSTക്ക് പുറമെയുള്ള വിനോദ നികുതി അത് ഒഴിവാക്കണം. ഈ കോവിഡിന് ശേഷം മലയാള സിനിമ കരകയറി വരുന്നതേ ഉള്ളൂ. അതിനുമേൽ വീണ്ടും ഇത്തരത്തിലുള്ളൊരു അമിത ഭാരം ഞങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. പല കോടികൾ ക്ലബിൽ കയറിയെന്ന് പറയുന്ന സിനിമകൾ പലപ്പോഴും വേണ്ടത്ര കളക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ഇന്നലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് സമരത്തിലേക്ക് പോകണ്ട, ഇത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം, ഒരു സമവായത്തിലെത്താം എന്നൊരു നിർദ്ദേശം ഇന്നലെ മന്ത്രി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന യോഗം ഏറെ പ്രധാനമാകുന്നത്. ഇന്ന് സജി നന്ദ്യാട്ട് പറഞ്ഞത് പ്രകാരം ഈ യോഗത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞത് ഈ സമരം വേണമോ എന്നതിൽ ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനം. അങ്ങനെ സർക്കാർ അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ എന്തൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം അത് കൃത്യമായി സർക്കാരിനെ അറിയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒപ്പം ഈ സിനിമ ഒരു സൂചനാ പണിമുടക്ക് മാർച്ച് 27 മുൻപ് തന്നെ ഒരു സൂചനാ പണിമുടക്ക് നടത്താമെന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നു. അത് വേണമോ വേണ്ടയോ എന്ന കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നതാണ് ഇന്നത്തെ ഫിലിം ചേംബറിന്റെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നവമി സൂചിപ്പിക്കുന്നത് പോലെ സിനിമാ സമരം ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു. അത് പരിഗണിക്കണം എന്നതാണ് ഫിലിം ചേംബറിന്റെ ചിന്ത. ഇക്കാര്യത്തിലൊരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദ്യാട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഗവൺമെന്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമരത്തിലേക്ക് പോകരുത്, പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വഴി ചർച്ച ചെയ്യണം. അപ്പോൾ ഇന്നത് തീരുമാനിക്കും, സമരം വേണോ വേണ്ടയോ, ഗവൺമെന്റ് വഴി ചർച്ചയ്ക്ക് പോകണോ. പക്ഷേ ഈ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും നേരത്തെ പലവട്ടം ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പുതിയതായ ഒരു ഡിമാൻഡ് അല്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കും. സമരം വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ചർച്ച നടക്കും. ഇനി വേണമെങ്കിൽ എന്നാണ് ദിവസം സൂചനാ പണിമുടക്ക്, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. സർക്കാർ പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ തീയതി തീരുമാനിച്ചിട്ടില്ല. ആ തീയതി എന്നാണ് എന്ന് അവരറിയിക്കട്ടെ. അതനുസരിച്ചാണ് സൂചനാ പണിമുടക്ക് ദിവസം തീരുമാനിക്കുള്ളൂ. ഇന്ന് എന്തായാലും ചർച്ചയ്ക്ക് ശേഷം പറയാം. സിനിമാ മേഖലയിൽ സമരമുണ്ടാകുമോ ഇല്ലയോ? ഇന്ന് കൊച്ചിയിലെ മീറ്റിംഗ് നിർണായകമാണ്. ഇതിനിടയിലാണ്